ഏതൊരു സഹോദരനാണോ ഏത് രീതിയിലാണോ മരണം വരിച്ചത്, ആത്മഹത്യ ചെയ്തവനല്ലേ, ആത്മഹത്യ ചെയ്തവളല്ലേ, ഖുർആൻ എതിർത്ത പ്രക്രിയയല്ലേ, അല്ലാഹുവിന്റെ റസൂൽ ചെയ്യരുത് എന്ന് വാദിച്ചതല്ലേ, എന്നിട്ട് കേൾക്കാതെ സ്വയം തന്നെ ആത്മഹത്യയിലേക്ക് എടുത്ത് ചാടിയവരല്ലേ, ആ വിഷം അവരെ കൊണ്ട് കുടിപ്പിക്കുകയാണ്. ഇന്നാലില്ലാഹ്, ഈ ദുനിയാവിൽ അനുഭവിച്ച വേദനയുടെ 10 ഇരട്ടി വേദന നരകത്തിൽ നിന്നുകൊണ്ട് വീണ്ടും മരണവേദന അറിയുകയാണ്, മരണത്തിന്റെ വേദന രുചിക്കുകയാണ്. വീണ്ടും ഇതാ മരണത്തിലേക്ക് പോവുകയാണ്. അവരുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുകയാണ്. വീണ്ടും ശരീരത്തിലേക്ക് ആത്മാവിനെ അല്ലാഹു നൽകുകയാണ്. വീണ്ടും വിഷത്തിന്റെ കുപ്പി കൊടുക്കുകയാണ്. വീണ്ടും അത് ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയാണ്. വീണ്ടും ഇതാ മരണത്തിന്റെ വേദന അറിയുകയാണ്. വീണ്ടും ഇതാ അവരുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തപ്പെടുമ്പോ വീണ്ടും അല്ലാഹു മലക്കുകൾ മുഖേന ആത്മാവിനെ നൽകുകയാണ്. വീണ്ടും വിഷത്തിന്റെ കുപ്പി കൊടുക്കുകയാണ്. വീണ്ടും അത് കുടിപ്പിക്കുകയാണ്. കുടിക്കാതെ മാറി നിൽക്കുന്നവരെ സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ അടിച്ചുകൊണ്ട് കുടിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നരകത്തിലുള്ള ശിക്ഷയാണ് സ്വഹാബ, ഖാലിദൻ മുഖല്ലദൻ ഫിഹാ അബദാ, കാലം ഇതേ ശിക്ഷയാണ് തുടർന്നുകൊണ്ടിരിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. വമൻ ഖതല നഫ്സഹു ബിഹദീദാ, ആരെങ്കിലും ഒരു ഇരുമ്പിന്റെ കഷ്ണം കൊണ്ട് സ്വന്തം വയറ്റിലേക്ക് കുത്തിയിട്ട് ആത്മഹത്യ ചെയ്തവരില്ലേ, ഒരു ചെറിയ ബ്ലേഡിന്റെ കഷ്ണം കൊണ്ടുവന്ന് വിരല് മുറിച്ചവരില്ലേ, നരമ്പ് മുറിച്ച് കളഞ്ഞുകൊണ്ട് കുടുംബത്തെ തോൽപ്പിക്കാമെന്ന് കരുതിയതാകുന്ന പെങ്ങളെ, ഭർത്താവിനെ പേടിപ്പിക്കാമെന്ന് കരുതിയ പെങ്ങളെ, ഭാര്യയെ പേടിപ്പിക്കാമെന്ന് കരുതിയ ഭർത്താവ്, നിനക്ക് തെറ്റുപറ്റി, നിനക്ക് തെറ്റുപറ്റി. SSLCയും +2നും ഒക്കെ A+ കുറഞ്ഞു പോകുന്നതിന്റെ പേരിൽ, മാർക്ക് കുറഞ്ഞു പോകുമെന്ന് ഭയപ്പെടുന്നതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മനസ്സ് വെമ്പുന്ന ഉമ്മ, ഒരു മനസ്സ് വെമ്പുന്ന ചെറുപ്പക്കാരാ സഹോദരി, അത്തരത്തിലുള്ള ചിന്താഗതിയിലേക്ക് പോകരുതേ, പോകരുതേ. ഹറാമാണ്, ഹറാമാ, കാലാകാലം നരകമാണ്, നരകം.